എന്താണ് നമുക്ക് ചുറ്റും നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഒരു വശത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും, ഒരു വശത്ത് സദാചാര ഗുണ്ടായിസം. ഇന്നൊരു പത്രം രാവിലെ തുറന്നാല് ഒരു പേജ് മുഴുവൻ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അതിക്രമങ്ങളുടെയും വാർത്ത മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ദിവസം തോറും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും കൂടി വരുന്നെങ്കിലും എന്തുകൊണ്ട് അധികാരികളും നിയമപാലകരും ഇതിനെതിരെ ഒരു ശക്തമായ നടപടിയെടുക്കുന്നില്ല? ഒരു പീഡനമോ അതിക്രമമോ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായാൽ അതിന്റെ ചൂടാറുന്നത് വരെയുള്ള പ്രതിഷേധങ്ങൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുള്ളൂ. എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക്? വാളയാറിൽ 2 സഹോദരിമാർ പീഡനത്തിനിരയായി മരിച്ചു. നാട്ടുകാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിന് ശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഒരു പള്ളിയിലച്ഛൻ 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി പ്രസവിപ്പിച്ചു. പൂജാരി 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. അർബുദരോഗിയായ ആൺകുട്ടിയെയും സഹോദരിയെയും ബന്ധു പീഡിപ്പിച്ചു. ഇങ്ങനെ നീളുന്നു പീഡനത്തിന്റെ കഥ. അതിക്രമങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഈ സാഹചര്യത്തിൽ അധികാരികൾ എന്തുകൊണ്ട് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നില്ല? എന്തിനു നോക്കുകുത്തികളാവുന്നു? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ എന്താവും കേരളത്തിന്റെ അവസ്ഥ? എന്താവും കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ? എല്ലാത്തിനും ഒടുവിൽ ഇപ്പൊ അവസാനത്തെ ഇരാം മിഷേൽ ഷാജി. പള്ളിയിൽ പോയ CA വിദ്യാർത്ഥി മിഷേൽ ഷാജി എന്ന 18-കാരിയുടെ മൃതദേഹം കൊച്ചി കായലിൽ നിന്നും കണ്ടെടുത്തു. ആര് കൊന്നു? എന്തിനു കൊന്നു? പ്രതികളെ. ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങളും അധികാരികളും കാണിച്ച ഉത്സാഹം എന്തുകൊണ്ട് മിഷേൽ ഷാജിയുടെ മരണത്തിൽ ഉണ്ടാവുന്നില്ല? മിഷേൽ ഒരു പ്രമുഖ അല്ലാത്തത് കൊണ്ടാണ്. ഇതിനു നേരെ കണ്ണടയ്ക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കുക, നാളെ ഈ അവസ്ഥ വരുന്നത് നമ്മുടെ കുടുംബത്തിനുമായിരിക്കാം. സ്ത്രീകളെ ഒന്നടങ്കം ഇല്ലാതാക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ ഇത്രയും അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്? ഇത്രയൊക്കെ നടന്നിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ ഇനിയും മൗനം പാലിക്കുന്നത്? ഓരോ മരണത്തിനും കർശനമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ, ശിക്ഷാ നിയമങ്ങൾ ശക്തമാക്കിയിരുന്നെങ്കിലും ഓരോ മിഷയിലും ഓരോ ജിഷയും ഓരോ സൗമ്യവും ഉണ്ടാവില്ലായിരുന്നു. യുവതി യുവാക്കളെ ചൂരില് കൊണ്ട് അടിച്ചോടിച്ച സദാചാര ഗുണ്ടകളെ, പൊതുദിനത്തിൽ ഉമ്മ വയ്ക്കാൻ അവകാശത്തിനായി ഘോരം പ്രസംഗിച്ച സമരാനുകൂലികളെ, നിങ്ങളുടെയൊക്കെ കൺമുമ്പിലാണ് മിഷേൽ എന്ന 18-കാരി കൊച്ചിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. എവിടെ നിങ്ങളുടെ സമരം? എവിടെ നിങ്ങളുടെ പ്രതിഷേധം? ഇതിനു വേണ്ടിയല്ലാതെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത്? നമുക്ക് വേണ്ട സ്വാതന്ത്ര്യം പൊതുനിരങ്ങളിൽ ഉമ്മ വയ്ക്കാനുള്ള അവകാശമല്ല. ഏതൊരു സ്ത്രീക്കും ഏത് രാത്രിയും പകലും നിരത്തുകളിൽ ഇറങ്ങി നടക്കാം എന്നുള്ള അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. ഇനിയും ഈ അതിക്രമങ്ങൾക്കെതിരെ കണ്ണു തുറക്കാതിരുന്നാൽ നാളെ ഇതിലും കൂടുതൽ അതിക്രമങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഇനി അനുവദിക്കരുത്. അധികാരികളും സാമൂഹ്യ സംഘടനകളും ഇതിനുവേണ്ടി കണ്ണു തുറന്നില്ലെങ്കിലും മിഷേൽ ഷാജിക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കണ്ണു തുറക്കും. ഞങ്ങളുണ്ടാവും. ഇനിയൊരു മിഷേൽ ഷാജി ഉണ്ടാവാതിരിക്കെ മിഷേൽ ഷാജിക്ക് നീതി ലഭിക്കും.